എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നടക്കുന്ന സംഭവം നടന്ന ആ ഇടനാഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ, നഗരസഭ ബസ് സ്റ്റാൻഡിലെ പ്രസ് ക്ലബിൻ്റെ അതിൽ പോയിട്ട് മുകളിലേക്ക് കയറുന്ന ഒരു വഴിയുണ്ട്. SS ബേക്കറിയുടെ അവിടേക്ക് വരുന്ന വഴി, അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറാനൊരു വഴിയുണ്ട്, സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നേരത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ, വീടുകളിൽ നിന്നും സ്കൂളിലേക്കാന്ന് വരുന്ന വിദ്യാർത്ഥികൾ കാണിക്കുന്ന കസർത്താണ്. 4 ദിവസമായിട്ട് ഈ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സംഭവങ്ങളെന്നറിയാം. ഇവരുടെ ഈ ആക്രമണ പരമ്പരകൾ, ഈ വിദ്യാർത്ഥികളുടെ ഇതൊക്കെ സ്കൂളുകാർ കുറേ നിയന്ത്രിക്കാനുണ്ട്, വീട്ടിലുള്ള ആളുകൾ നിയന്ത്രിക്കാനുണ്ട്. ഇവരിത് എവിടേക്കാണ് പോകുന്നത്? ഇവിടെ കടകളുണ്ട്, സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന സംഗതികളുണ്ട്. ഇവരൊക്കെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു ചെറിയ പയ്യനെ ആ വടക്ക് ഭാഗത്തുള്ള ഇടനാഴിയുടെ അവിടെ വെച്ച്, സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് ഒരു 5-8 പേര് കൂടി ഇടിച്ച് തവിടുകൂടി. ഇന്നിപ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന കസർത്താണ് കാണുന്നത്. ഒരാളുടെ ഷർട്ടൊക്കെ കീറി പൊളിഞ്ഞിരിക്കുന്നുണ്ട്. ആർക്കും ഇവരെ പറ്റി പറയാനായിട്ട് പേടിയാണെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഞങ്ങളൊക്കെ ചിലപ്പോൾ പൂളി കളയുന്നൊക്കെയാണ് കടക്കാർ പറയുന്നത്. ഒരാളും ഒരു കാര്യം പറയാനില്ല. ഞാൻ പറയുന്നത് പോലീസ് സംവിധാനങ്ങൾ ഒരു കൃത്യമായിട്ടൊരു ജാഗ്രതയോടുകൂടി ഇടപെടലോടെ നടത്തണം. ഇവിടെ കാണുന്ന സംഭവങ്ങൾ എന്നിട്ട് അല്ലാത്ത പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സൈദ്ധാന്തിക ഇടപെടലൊക്കെ മുകളിലും താഴെയൊക്കെ ഇടനാഴികൾ വേറെ നടക്കുന്നുണ്ട്. അതെന്തെങ്കിലും അവിടെ ഇത് ആളുകളുടെ ജീവനെ ബാധിക്കുന്ന രീതിയിലാണ് സംഗതികളാണ് ഇവിടെ നടത്തുന്ന കച്ചവടക്കാർ. അവരൊക്കെ മിണ്ടാണ്ടിരിക്കുകയാണ്. അസോസിയേഷനുകൾ എത്ര ഉണ്ട് ഇവിടെ, അടിയിലും മുകളിലും താഴേക്കും. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കണെന്ന് നിങ്ങൾ കാണണല്ലേ? ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് നീങ്ങേണ്ട വിദ്യാർത്ഥികൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി തീർക്കണമെന്ന്. എന്ത് വലിയ അടിയായിരുന്നു ഇന്ന് കാലത്ത് ഒരു 8-8 സമയത്തോടെ ഇതേ ഈ ഇടനാഴിയിൽ നടന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുകയാണ് അവിടുത്തെ സംവിധാനങ്ങൾ. ഇതിലൊക്കെ ഇടപെടണ്ടേ? എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഈ പിള്ളേരുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഇവിടെ വീഴും, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. ഈ പരിപാടി നടക്കില്ല. ഈ വിഷയത്തിൽ ഇടപെടണം. ഈ ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ സംഘടന മുറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് സ്കൂളാണെന്നൊന്നും പറയാനില്ല. ഇനി അടുത്ത ദിവസം സ്കൂളും പറയും, പിള്ളേരെ പേരും പറയും, എല്ലാവരും പേര് പറയും. ഇതിലൊക്കെ സംവിധാനങ്ങൾ ഇടപെടണം. പിള്ളേരുകളെ തല്ലിട്ട് തലപൊളിയാനുള്ള ഇടങ്ങളല്ല ഈ സംഗതി എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.